വെൽക്കം ബാക്ക് ടു എൻചാൻഡ് ലേണിംഗ്. ഇറ്റ്സ് മീ ബനാസർ ഖാലിദ്. നമ്മൾ ഇന്ന് LDC അതുപോലെ തന്നെ ഡിഗ്രി പ്രിലിംസ്, മെയിൻസ് എല്ലാ പരീക്ഷകളിലും അതുപോലെ LGS അതുപോലെ എല്ലാ പരീക്ഷകളിലും ആവശ്യമായിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ആർട്ടിക്കിൾസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പ്രധാനമായിട്ടും എത്ര ആർട്ടിക്കിൾസ് ഉണ്ട്? നമുക്കറിയാം ആർട്ടിക്കിൾസ് ഓഫ് ടു ടൈപ്സ്. ഏതൊക്കെയാണ്? ഡെഫിനിറ്റ് ആർട്ടിക്കിളും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പർട്ടിക്കുലർ സംഭവത്തിനെ എടുത്ത് സ്പെസിഫൈ ചെയ്ത് പറയുന്നതിനെ കൂടി ചേർക്കുന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. അത് എപ്പോഴും ദ ആണ്. ഇനി ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് എയും ആനും എന്താണ് നമ്മൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഒരു അതിന് അവിടെ ഒന്ന് നമ്മൾ എന്താണ് എ ബോക്സ്, എ ചെയർ. അപ്പൊ അവിടെ ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല. ഇനി എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും എ എന്ന് പറയുന്ന ആർട്ടിക്കിളും ആൻ എന്ന് പറയുന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസും എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. എക്സാമ്പിൾ നോക്കൂ. എ കാറ്റ് ഈസ് ഓൺ ദി ടേബിൾ. എ കാറ്റ് ഈസ് ഓൺ ദി ടേബിൾ. ദാറ്റ് മീൻസ് എ കാറ്റ് ഇസ് എ പർട്ടിക്കുലർ കാറ്റ് അല്ല, ഏതോ ഒരു പൂച്ചയാണ് ടേബിളിൽ ഇരിക്കുന്നത്. അവിടെ കൊണ്ടാണ് നമ്മൾ എന്ത് ആർട്ടിക്കിൾ യൂസ് ചെയ്തിരിക്കുന്നത്? എ കാറ്റ് എന്ന ആർട്ടിക്കിൾ അവിടെ എ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി the cat which is on the table is drinking milk. The cat which is on the table is drinking milk. ഈ സെന്റൻസിൽ പ്രത്യേകം നോക്കൂ. The cat which is on the table. അപ്പൊ ഈ കാറ്റിന് എന്തൊരു പ്രത്യേകത ഉണ്ട്? ടേബിളിന്റെ പുറത്തിരിക്കുന്ന കാറ്റ് എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്നതിനാൽ ഇവിടെ നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയ ദ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ the cat which is on the table is drinking milk. അതാണ് എയും ദ ഉപയോഗിക്കുന്നതിന്റെ വ്യത്യാസം. എ എന്ന് പറയുന്നത് നമ്മൾ ഏത് വസ്തു ആകുമ്പോഴും എ എന്ന് സൂചിപ്പിക്കും. പക്ഷെ ആ വസ്തുവിന് ഒരു പർട്ടിക്കുലർ ആയിട്ട് ഒരു സ്പെസിഫിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ അതിന് ഫ്രണ്ടിൽ നമ്മൾ എന്ത് ചേർക്കണം? ദ ചേർക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കി വെക്കാനുള്ളത്. ഇനി എയും ആനും എവിടെയൊക്കെ യൂസ് ചെയ്ത് നോക്കാം. എയും ആനും ആദ്യം മനസ്സിലാക്കാനുള്ളത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആണെന്നാണ് മനസ്സിലാക്കാനുള്ളത്. അതിൽ എ എന്ന് പറയുന്നത് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ഏത് കൺസണൻസിന്റെ കൂടെയും എ ചേർക്കാവുന്നതാണ്. അതേസമയം ആൻ എന്ന് പറയുന്നത് വവൽസിന്റെ കൂടെയാണ് ചേർക്കാനുള്ളത്. അതായത് AEIOU എന്നാണ് വവൽസ് അറിയപ്പെടുന്നത്. വവൽസ്, ആ വവൽസിന്റെ കൂടെയാണ് ആൻ ചേർക്കുന്നതാണ് നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നത് അല്ലെ. നമ്മൾ മനസ്സിലാക്കാനുള്ളത് ചില കേസുകളിൽ നമ്മൾ ഉച്ചരിക്കുന്നതനുസരിച്ച്, പ്രൊണൗൺസിയേഷൻ നടത്തുന്നതനുസരിച്ച് നമ്മൾ ചില വേർഡ്സിന്റെ ഫ്രണ്ടിൽ എന്ത് ചേർക്കാറുണ്ട്? ആൻ ചേർക്കാറുണ്ട്. അത് നമ്മൾ എക്സാമ്പിൾസിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. സോ ലെറ്റ് us move to the next one. ഓക്കെ, ഇനി നമ്മൾ ഇത്ര നേരം മനസ്സിലാക്കിയത് ചില എക്സെപ്ഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. അതായത് ഇവിടെ നോക്കൂ, ഡാഷ് ഓണസ്റ്റ്. ഇവിടെ നമ്മൾ ഏത് ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്യുന്നത്? ഡാഷ് ഓണസ്റ്റ്, ഡാഷ് അവർ, ഡാഷ് ഓണറബിൾ. ഇവിടെ എല്ലാം ഈ മൂന്ന് വേർഡ്സിലും പ്രൊണൗൺസിയേഷൻ വരുമ്പോഴത്തേക്കും എച്ച് സൈലന്റ് ആണ്. എന്താണ്? എച്ച് സൈലന്റ് ആണ്. അപ്പൊ എച്ച് സൈലന്റ് ആയതിനാൽ ഇവിടെ നമ്മൾ ഓണസ്റ്റ്, ഓണറബിൾ, ആർ എന്നൊക്കെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നപ്പം അവിടെ ആ എന്നാണ് നമുക്ക് ആ പ്രൊനൗൺസ് ചെയ്യുമ്പോഴത്തേക്ക് കേൾക്കുന്ന സൗണ്ട് അല്ലെ. അപ്പൊ അതൊരു വവൽ സൗണ്ട് ആണ്. അതിനാൽ ഇവിടെ നമ്മൾ ആൻ ആണ് ചേർക്കുന്നത്, എ അല്ല. ഇത് ഒരു കൺസണന്റ്, എച്ച് എന്ന് പറയുന്നത് കൺസണന്റ് ആണ്. കൺസണന്റ് കൊണ്ടാണ് ബിഗിൻ ചെയ്യുന്നതെങ്കിലും അത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ എന്ന സൗണ്ടിലാണ് നമുക്ക് കേൾക്കുന്നത്. നമുക്ക് ഇവിടെ എന്താണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ യൂസ് ചെയ്യുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആൻ ആണ്, എ അല്ല, ആൻ ആണ്. സോ ആൻ ഓണസ്റ്റ്, ആൻ ആർ, ആൻ ഓണറബിൾ. അതാണ് ഒരു എക്സെപ്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു കൺസണൻസിന് ഫ്രണ്ടിലെല്ലാം എന്താ യൂസ് ചെയ്യുന്നതിന്? എ എന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ എക്സെപ്ഷൻ ഉണ്ട്. ഈ പറയുന്ന വേർഡ്സുകള് പ്രൊനൗൺസിയേഷൻ വെച്ചിട്ട് എന്ന് കേൾക്കുന്നതിനാൽ ഒരു വവൽ സൗണ്ട് ആയതിനാൽ ഇതിലെവിടെ എന്താ ചേർക്കാനുള്ളത്? ആൻ എന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് ഇവിടെ ചേർക്കാനുള്ളത്. ഇനി വേറെ എക്സാമ്പിളോട്ട് നോക്കാം. ഇവിടെ ഡാഷ് യൂണിവേഴ്സിറ്റി. യു എന്ന് പറയുന്ന ഒരു വവലാണ് യു എന്ന് കൺസിഡർ ചെയ്തിരിക്കുന്നത്. പക്ഷെ സൗണ്ട് നമ്മൾ യൂണിവേഴ്സിറ്റി അവിടെ വവൽ സൗണ്ട് ആണ് കേൾക്കുന്നത്, അല്ല യാ എന്നാണ് കേൾക്കുന്നത് അല്ലെ. അപ്പം ഇവിടെ എ യൂസ് ചെയ്യോ ആൻ യൂസ് ചെയ്യോ? യു എന്ന് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഏത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്യുന്നത്? മോസ്റ്റ് സ്യൂട്ടബിളി എ ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ. അതുപോലെ യൂറോപ്യൻ സ്റ്റാർട്ട്സ് വിത്ത് ലെറ്റർ ഇ. എന്ന ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് വവൽ, ഇ എന്ന് പറഞ്ഞ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന വവലായിട്ടാണ്. പക്ഷെ ഇവിടെ പ്രൊനൗൺസിയേഷൻ വരുമ്പോഴത്തേക്കും യൂറോപ്യൻ, യു എന്നാണ് നമുക്ക് പ്രൊനൗൺസിയേഷൻ കിട്ടുന്നത്, ആ സൗണ്ട് കിട്ടുന്നത്. അതൊരു വവൽ സൗണ്ട് അല്ല. അപ്പൊ അവിടെ എന്ത് ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്യാനുള്ളത്? എ എന്ന ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്യാനുള്ളത്. ഇനി നെക്സ്റ്റ് വൺ, ഡാഷ് വൺ ഐഡ് മാൻ. ഇവിടെ വൺ ഓ ഇറ്റാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും
എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് ഒരു വൗവൽ സൗണ്ട് അല്ല. സോ വി ക്യാൻ യൂസ് ദ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എ ഹിയർ. So understood? So these are the exceptions in case of indefinite article. Here pronunciation violation of pronunciation, അതായത് എക്സെപ്ഷൻ കേസ് എന്തൊക്കെയാണ്? പ്രൊനൗൺസിയേഷൻ വെച്ചിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ വയലേറ്റ് ചെയ്തിരിക്കുന്നു അല്ലെ. എന്താണ് പ്രൊനൗൺസിയേഷൻ പറഞ്ഞത്? പ്രൊനൗൺസിയേഷൻ വെച്ച് വവൽ സൗണ്ട് കേൾക്കുന്നത് കൊണ്ട് അതിനൊക്കെ എന്താണ്? ഈവൻ ദോ ദേ സ്റ്റാർട്ട്സ് വിത്ത് എ കൺസണന്റ്, വേർഡ് കൺസണന്റ്സ് ആണ് ബിഗിൻ ചെയ്യുന്നതെങ്കിലും നമ്മളൊക്കെ എന്താ അവിടെ യൂസ് ചെയ്യുന്നത്? ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളെ ആൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെ നോക്കൂ, ദീസ് ആർ സം അബ്രിവേഷൻസ്. MLA, LD ക്ലർക്ക്, ഇവിടെ എല്ലാം അബ്രിവേഷൻസിന്റെ ഫ്രണ്ടിലും യു ക്യാൻ ആഡ് ദ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആൻ. സോ ആൻ എന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഈസ് യൂസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് അബ്രിവേഷൻസ്. അബ്രിവേഷൻസിന്റെ ഫ്രണ്ടിലും ആൻ എന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് വാട്ട് അബൌട്ട് ആൻ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എ ആൻഡ് ആൻ. അപ്പൊ എ എന്ന് പറയുന്ന കൺസോണൻസിന്റെ ഫ്രണ്ടിലും ആൻ എന്ന് പറയുന്നതിന് ചില എക്സെപ്ഷൻസ് ഉണ്ട്. അതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കിയത്. സോ ഹാവ് യു അണ്ടർസ്റ്റുഡ്? ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് വൺ. I saw a man on the road. I saw a man on the road. The man was very tall and handsome. I saw a man on the road. That means a man, any man. I saw a man on the road. Here a man is not specified. The man was very tall and handsome. So that man was very tall and handsome. Here the man's specification is given to this man. So here the definite article the is used. Here man is not specified. It can be any man. So here an indefinite article a is used, and the second example the is used because this man is specified. Definite. He is very tall and handsome. That man was very tall and handsome. Specification given to this man. So this article the is used in the second sentence. So that is the difference between definite and indefinite articles a and the. Then you can now see more examples related to that. Here the Himalayas lies to the north of India. The Himalayas. You have to understand some facts that in some cases, അതായത് ചില സ്ഥലങ്ങളിൽ നമ്മൾ the എവിടേക്കാണ് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് നാച്ചുറൽ ബോഡീസ് അതായത് ഹിമാലയാസ്, ഓഷ്യൻസ്, മൗണ്ടൻസ്, ഓഷ്യൻസ്, ലേക്സ്, ഇതിന്റെയൊക്കെ ഫ്രണ്ടിൽ the ആണ് യൂസ് ചെയ്യുന്നത്. എവിടേക്കാണ്? മൗണ്ടൻസ്. In front of mountains, oceans, lakes, etc. The is the definite article the is used in front of mountains, oceans, lakes, etc. For example, the Himalayas lies to the north of India. The Himalayas, that is in case of mountains. So mountains, the specification is provided. So definite article the is used. Mountains and oceans and lakes in front the and definite article use the Himalayas lies to the north of India. Next, natural occurring bodies, that means universal bodies. Next, these are all natural occurring bodies: mountains, oceans, lakes, etc. So here definite article the is used. In the second case, that is in case of universal bodies, that is sun, moon, star, etc. the is used in front of sun, universal body, the sun, universal bodies, the sun, the moon, the star. So these are universal bodies. So in front of this definite article the is used. Okay, next one. Now let us look. ഇനി എവിടെയാണ് the യൂസ് ചെയ്യുന്നത്? The എന്ന definite article is used in front of epics, holy books, newspapers, etc. So the is used in front of holy books. Example, the Ramayana. So the epic, the Ramayana. Then the Quran, holy book. The Hindu newspaper. Example, the Hindu newspaper. So the definite article is used in front of epics, holy books, and newspapers. Then the is also used in front of superlatives. That is, Taj Mahal is the beautiful building in the world. Or it is one of the beautiful building in India. Taj Mahal is a beautiful building in India. So Taj Mahal is the beautiful. So if here superlative, ഇന്ത്യയിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയുള്ള സൂപ്പർലേറ്റീവ് ആണ് അല്ലെ. സൂപ്പർലേറ്റീവിന്റെ ഫ്രണ്ടിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? the എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്യുന്നത്. സോ the is used in front of superlatives. So here superlative beautiful ആണ്. അപ്പൊ എന്താണ്? the Taj Mahal is the
most beautiful building in India. So, example, the Taj Mahal is the most beautiful building in India. The most beautiful. That's the superlative. The most beautiful. The most beautiful is superlative. So, that superlative in friendly, most beautiful superlative in friendly, the definite article is used. The definite article is used in front of superlatives. Then, the is used in front of epics, holy books, newspaper. The Hindu, the Ramayana, the Quran. Okay. Now the is used in front of ordinal numbers. The is used in front of ordinal numbers. Ordinal numbers. That means to denote the order. Order സൂചിപ്പിക്കുന്നത് അതായത് the first. First എന്ന് പറയുന്ന ഒരു ഓർഡർ ആണ് അല്ലെ ഫസ്റ്റ് എത്ര പൊസിഷൻ ഫസ്റ്റ് പൊസിഷൻ അപ്പൊ ആ ഓർഡർ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫസ്റ്റ് എന്ന് പറയുന്ന ആ ടേമിനോട് എന്ത് ഫ്രണ്ടിൽ ഏത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്യുന്നത് ദ ഫസ്റ്റ് the second. Okay, so the is used in front of ordinal numbers. Then the is used in front of directions. The is used in front of directions. That is the left, the right, okay, the east, etc. So the definite article is used in front of directions. The is used in front of superlatives. The is used in front of ordinal numbers. The is used in front of directions. Then next one. Here, next one. The is used to address the unique position. To address a unique position. Or unique position address ചെയ്യാൻ നമ്മൾ the use ചെയ്യാറുണ്ട്. For example, S.T. Sharma was elected as President of India. S.T. Sharma was elected as President of India. Here, he was elected as President of India. S.T. Sharma was elected as President of India. Here, no article is used. Here, no article is used. But to address a unique position, article is used. That is, S.T. Sharma, the President of India, is S.D. Sharma. Here looks a different. Please note the difference in these two sentences. First sentence, S.T. Sharma was elected as President of India. But that means here as President of India. Here no article is required as it doesn't shows the unique position. President of India at elect ചെയ്യപ്പെട്ടു എന്നേ പറഞ്ഞുള്ളൂ. പക്ഷേ ഇവിടെ എന്താണ് the President of India, ഇന്ത്യയുടെ President. So the position of unique position is addressed here. So the is the definite article the is used. The President of India is S.D. Sharma. That is the difference between these two sentences. In first case, it doesn't address the unique position is not addressed here. ഇവിടെ ഒരു പൊസിഷൻ അഡ്രസ് ചെയ്യുന്നതുകൊണ്ടാണ് ഫസ്റ്റ് നമ്മൾ the എന്ന് പറയുന്ന പൊസിഷന് ഫ്രണ്ടില് the President of India എന്ന പൊസിഷന് ഫ്രണ്ടില് the കൊടുത്തിരിക്കുന്നത് മനസ്സിലായോ? So definite article the is used to address unique position. In the first case, the is not used because it is not this here the President of India. This is not to provide to address a unique position. The second case, the is used to address unique position. So the is used in the second example. In certain cases, articles are not used. In case of universal facts, articles are not used. Articles are not used in case of universal facts. That means sun rises in the east.
Here no article is used in front of sun. We have studied that universal bodies in the front il nammal endu cherkam the ennu parayna definite article cherkam പഠിച്ചിരുന്നു. പക്ഷേ യൂണിവേഴ്സൽ ഫാക്ട്സ് ആണ് ആ സെന്റൻസിൽ നോട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്ത് ചേർക്കേണ്ട ആവശ്യമില്ല, അവിടെ ആർട്ടിക്കിൾസ് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഒരു സെന്റൻസിൽ യൂണിവേഴ്സൽ ഫാക്ട്സോ ട്രൂത്തോ ആണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ അതിന് ഫ്രണ്ടിൽ എന്ത് ചേർക്കേണ്ട ആവശ്യമില്ല, ഒരു ആർട്ടിക്കിൾസ് ഒന്നും അവിടെ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നെക്സ്റ്റ് വൺ ലാംഗ്വേജ്. ഒരു സെന്റൻസിൽ ലാംഗ്വേജ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു സെന്റൻസിൽ മലയാളം, ഇംഗ്ലീഷ് അങ്ങനെ ലാംഗ്വേജ് ആയിട്ട്, ലാംഗ്വേജ് മലയാളം, ഇംഗ്ലീഷ് അങ്ങനെ ലാംഗ്വേജസിന്റെ പേരാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അതിന് ഫ്രണ്ടിൽ എന്ത് ചേർക്കേണ്ട ആവശ്യമില്ല, ആർട്ടിക്കിൾസിന്റെ ആവശ്യം ഇല്ല. ഇൻ കേസ് ഓഫ് മീൽസ്, ഗെയിംസ്, മീൽസും ഗെയിംസിന്റെ ഒക്കെ പേര് പറയുന്നിടത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ആർട്ടിക്കിൾസ് യൂസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇനി കൺട്രീസിന്റെ കേസിലും ആർട്ടിക്കിൾസിന്റെ യൂസേജ് ആവശ്യമില്ല. ബട്ട് ഇൻ കേസ് ഓഫ് USA, UK, UAE ഈ കൺട്രീസ് എല്ലാം ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് ചേർന്ന് കുറെ ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് ആണ് ഇതിൽ. USA എന്ന് പറഞ്ഞാലും UK എന്ന് പറഞ്ഞാലും UAE എന്നൊക്കെ പറയുന്നത്. സോ അവിടെ എല്ലാം എന്ത് ചേർക്കാൻ, ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. കോമൺലി കൺട്രീസിന്റെ ഫ്രണ്ടിൽ എന്ത് ചേർക്കാറില്ല, ദ ചേർക്കാറില്ല. പക്ഷെ ഗ്രൂപ്പ് ഓഫ് കൺട്രീസിനെ സൂചിപ്പിക്കുന്ന USA, UAE ഒക്കെ ഫ്രണ്ടിൽ നമ്മൾ എന്ത് ചേർക്കാം, ഡെഫിനറ്റ് ആർട്ടിക്കിൾ ദ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി article is not used in front of days, months, festivals, etc. Days, months, festivals in front of articles ചേർക്കാറില്ല. So you can move to some examples. These examples: dash gold is a precious metal. Dash gold is a precious metal. Here which article can be used, a, an or the? Here you have to look into this question. Here metal, which metal? Gold. Gold is a metal. So gold is a metal. Gold ഒരു മെറ്റൽ ആണ്. സോ മെറ്റലിന്റെ ഫ്രണ്ടിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ആർട്ടിക്കിൾസ് നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇൻ കേസ് ഓഫ് മെറ്റൽസ് നോ ആർട്ടിക്കിൾ ഈസ് യൂസ്ഡ്. മെറ്റൽസിന്റെ ഫ്രണ്ടിൽ എന്താ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാൻ ആവശ്യമില്ല. ഇനി മിൽക്ക് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. അതുപോലെ മിൽക്ക് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. ഹിയർ ഓൾസോ യു റിക്വയർ എനി ആർട്ടിക്കിൾ. സോ ആർട്ടിക്കിളിന്റെ ആവശ്യം ഇവിടെയും ഇല്ല, കാരണം ഇത് ലിക്വിഡ് ആണ്. ലിക്വിഡിന്റെ ഫ്രണ്ടിൽ എന്ത് വേണ്ട, ലിക്വിഡ്സിന്റെ ഫ്രണ്ടിൽ നോ ആർട്ടിക്കിൾ. മെറ്റൽസിന്റെ ഫ്രണ്ടിൽ ആർട്ടിക്കിൾ നോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ലിക്വിഡിന്റെ ഫ്രണ്ടിലും ആർട്ടിക്കിൾ നോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മളൊരു ക്വസ്റ്റ്യൻ പറയാണ്, ദ മെറ്റൽ gold is a precious metal. Then in another sentence, the gold which is bought from Saudi Arabia is very precious. The gold which is brought from Saudi Arabia. അപ്പൊ ഗോൾഡിന് പ്രത്യേകത സ്പെസിഫിക്കേഷൻ, സൗദി അറേബ്യയിൽ നിന്ന് പർച്ചേസ് ചെയ്തത്. അപ്പൊ ദ ഗോൾഡ്, അവിടെ നമുക്ക് ദ യൂസ് ചെയ്യാം, കാരണം ആ ഗോൾഡ് സ്പെസിഫൈ ചെയ്തിരിക്കും, ഇവിടെ നിന്ന് സൗദി അറേബ്യയിൽ നിന്ന് പർച്ചേസ് ചെയ്ത് സ്പെസിഫൈ ചെയ്തിരിക്കുന്നതുകൊണ്ട് അവിടെ നമുക്ക് ദ യൂസ് ചെയ്യാം. ബട്ട് ഇൻ ദിസ് കേസ് ഇവിടെ ഗോൾഡ് ഇസ് എ പ്രഷ്യസ് മെറ്റൽ എന്നാണ് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. അവിടെ നമ്മൾ ഗോൾഡിനെ മെറ്റൽ ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുക. അപ്പം നോ ആർട്ടിക്കിൾ ഈസ് യൂസ്ഡ് ഇൻ ദ ഫസ്റ്റ് എക്സാമ്പിൾ. ഇൻ ദ സെക്കൻഡ് എക്സാമ്പിൾ മിൽക്ക് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. അപ്പൊ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. മിൽക്ക് എന്ന് പറയുന്ന ഒരു ലിക്വിഡിന്റെ കേസിൽ നമ്മൾ പറയുന്നതുകൊണ്ട് ലിക്വിഡ്സിന്റെ ഫ്രണ്ടിൽ എന്തിന്റെ ആവശ്യമില്ല, നോ ആർട്ടിക്കിൾ ഈസ് റിക്വയർഡ്. Then the third one, he speaks dash French with fluency. He speaks dash French with fluency. നമ്മൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ലാംഗ്വേജസിന് ഫ്രണ്ടിൽ എന്തിന്റെ ആവശ്യമില്ല, ആർട്ടിക്കിൾസ് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഫ്രഞ്ച് എന്ന് പറയുന്ന ലാംഗ്വേജ് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നതുകൊണ്ട് എന്ത് ആവശ്യമില്ല, ആർട്ടിക്കിൾസ് റിക്വയർഡ് അല്ല. ബട്ട് ഇപ്പം ഫ്രഞ്ച് ലാംഗ്വേജ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രഞ്ച് ഒരു ലാംഗ്വേജ് ആയിട്ടാണ് ഈ സെന്റൻസ് മീൻ ചെയ്യുന്നതുകൊണ്ട് ഇവിടെ എന്തിന്റെ ആവശ്യമില്ല, നോ ആർട്ടിക്കിൾ ഈസ് റിക്വയർഡ്. ഇനി ഫ്രഞ്ച് ലാംഗ്വേജ് എന്നാണ് സെന്റൻസിൽ വന്നിരുന്നെങ്കിൽ, നമ്മളെ ആർട്ടിക്കിൾ ദ എന്ന് ഫ്രണ്ടിൽ ചേർത്ത് കൊടുക്കണം. ഫ്രഞ്ച് ലാംഗ്വേജ് എന്നാണ് സെന്റൻസിൽ വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ആർട്ടിക്കിൾ ദ ചേർത്ത് കൊടുക്കണം. ഇനി അതുപോലെ തന്നെ ഒരു ആളുകളെയാണ് സൂചിപ്പിക്കുന്നത്, ഗ്രൂപ്പ് ഓഫ് ആളുകളെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ആളുകൾ, ഫ്രാൻസിലുള്ള ആളുകൾ, ദ ഫ്രഞ്ച് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ ഫ്രാൻസിലെ ആളുകൾ, അപ്പം ദ ഫ്രഞ്ച്, അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, ഡെഫിനറ്റ് ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യണം. അല്ലാത്ത കേസിൽ ഫ്രഞ്ച് ഒരു ലാംഗ്വേജ് എന്ന് പറയാതെ ഫ്രഞ്ച് എന്നാണ് സെന്റൻസിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, അവിടെ ഒരാളുകളെ കുറിച്ചും അല്ല പറയുന്നതെങ്കിൽ അവിടെ ആർട്ടിക്കിളിന്റെ ആവശ്യം നമുക്ക് ഇല്ല. ബട്ട് ഇൻ കേസ് ഓഫ് ഇൻ ദിസ് സെക്കൻഡ് കേസ് ദ ലാംഗ്വേജ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്, ഫ്രഞ്ച് ലാംഗ്വേജ് സ്പെസിഫൈ ചെയ്താൽ അവിടെ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യണം. അതുപോലെ ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നതെങ്കിലും നമ്മൾ ദ ഫ്രഞ്ച് എന്ന് അവിടെ നോട്ട് ചെയ്യണം. സോ നോർമൽ കേസ് ആസ് ഫ്രഞ്ച് is consists a language, no article is required in front of
French. Next sentence, dash year has passed since we met. Dash year has passed since we met. Year. What should be the article? Which article can be used in front of year? Year. So this starts with the consonant Y. No? So this word starts with the consonant Y. So probably which article? A. A year has passed since we met. So that is what suits in this sentence. Then the school is on dash left side of the road. The school is on dash left side of the road. Here you have to look before the dash. So after the dash, what is the word written here? Left. So it denotes direction. So you have studied that in front of directions the can be used. But definite article the directions in front of use here. So here and then the school is on the left side of the road. The school is on the left side of the road. Next one, she is dash best friend of Meenu. She is dash best friend of Meenu. Here dash ഇപ്പുറത്ത് വന്നിരിക്കുന്ന വേർഡ് ബെസ്റ്റ് ആണ്. സോ ഇറ്റ് ഈസ് സൂപ്പർലേറ്റീവ് വേർഡ്. സൂപ്പർലേറ്റീവിനെ സൂപ്പർലേറ്റീവിനെ റെപ്രസെന്റ് ചെയ്യുന്ന വേർഡ് ആണ് ബെസ്റ്റ്. സോ ബെസ്റ്റിന്റെ ഫ്രണ്ടിൽ എന്ത് യൂസ് ചെയ്യണം? ദ എന്ന് പറഞ്ഞ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. സോ ഷീ ഈസ് ദ ബെസ്റ്റ് ഫ്രണ്ട് ഓഫ് മീനു. She is the best friend of Meenu. So in case of metals, no article is required. But if we specify the metal as such and such, that means metal which is the gold which is purchased from Saudi Arabia. So the gold, there the gold, because the gold is purchased from Saudi Arabia. Avade definite article the use cheyyam. In case of liquids, no articles required in front of it. Then in case of language also no articles required, but certain exceptions are there. That if the sentence contains language, the language term along with this French or any other language, then the term language, then you have to add, so you have to add the definite article there. And in case of, if you consider French as a group of people in that particular country, then also you have to use the definite article the. And next one, that to represent the direction, the is used. Okay. It was dash unanimous decision. It was dash unanimous decision. So which article is apt here? A, an or the? Here A is used. എന്താണ്? Unanimous. Unanimous decision. U എന്നാണ് സൗണ്ട് ചെയ്യുന്നത്. So article എന്താണ്? Indefinite article A ആണ് യൂസ് ചെയ്യുന്നത്. What do you have for dash lunch? What do you have for dash lunch? Here we have studied that in the front of meals, games, etc. no articles used. No. So here what do you have for dash lunch? So endana? No article is required in this sentence. No article. Here dash lunch served at Taj Hotel was grand. Dash lunch served at Taj Hotel was grand. Here താജ് ഹോട്ടലിൽ സെർവ് ചെയ്ത ലഞ്ച് ആണ് ഗ്രാൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അവിടെ ആ ലഞ്ചിന് സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഒരു പർട്ടിക്കുലർ ലഞ്ച് എന്ന് എടുത്തു പറഞ്ഞതുകൊണ്ട് ഇവിടെ നമുക്ക് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. എന്ത് യൂസ് ചെയ്യാം? ദ എന്ന് യൂസ് ചെയ്യാം. ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഈ കേസിൽ യൂസ് ചെയ്യാം. കാരണം ഒരു പർട്ടിക്കുലർ ലഞ്ചിനെ താജ് ഹോട്ടലിൽ സെർവ് ചെയ്ത ലഞ്ച് എന്ന് പറഞ്ഞത് കൊണ്ട് ഈ എക്സെപ്ഷൻ കേസാണ് നമ്മൾ പറയുന്നതാണ്. ഒരു പർട്ടിക്കുലർ ലഞ്ച് താജ് ഹോട്ടലിലെ ലഞ്ച് എന്ന് സ്പെസിഫൈ ചെയ്തിരിക്കുന്നുണ്ട്. എക്സെപ്ഷൻ കേസ് ലഞ്ചിന്റെ കൂടെ പൊതുവെ എന്ത് യൂസ് ചെയ്യാറില്ല? ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാറില്ല. ലഞ്ച് അതായത് മീൽസ് ഗെയിംസിന്റെ കൂടെ ഒന്നും ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാറില്ല. പക്ഷെ ഈ സെന്റൻസിൽ നമ്മൾ ശ്രദ്ധിക്കണം, താജ് ഹോട്ടലിൽ സെർവ് ചെയ്ത ലഞ്ച് എന്ന് പറഞ്ഞത് കൊണ്ട് ഇവിടെ എന്താണ്? അവിടെ ദ യൂസ് ചെയ്യണം. ഇനി നെക്സ്റ്റ് വൺ, there was dash accident near dash post office. There was accident. ആക്സിഡന്റ് എ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്ന, വവൽ ആണ്, വവൽ സൗണ്ട് ആണ്. അപ്പം ആൻ ആക്സിഡന്റ്. ദെൻ നിയർ there was an accident near. ഇവിടെ ആർട്ടിക്കിൾ സ്യൂട്ടബിൾ ആയിട്ട് ചേർക്കുന്നത് ദ ആണ്. കാരണം എന്ന് വെച്ചാല് പരിചയമുള്ള പോസ്റ്റ് ഓഫീസ്, അടുത്തുള്ളത് എന്നാണ് പറയുന്നത്. അപ്പൊ അടുത്തുള്ള വസ്തുക്കളെ സൂചിപ്പിക്കുന്നതിന് നമ്മൾ എന്ത് ആർട്ടിക്കിൾ യൂസ് ചെയ്യണം? ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. സെന്റൻസിന് നമ്മൾ ദ ആണ് സ്യൂട്ടബിൾ. കാരണം നിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത് പരിചയമുള്ളത് എന്ന് പറയുന്നത് കൊണ്ടാണ് എന്തുവിടെ ചേർത്തത്? ഈ പോസ്റ്റ് ഓഫീസിന് ഫ്രണ്ടിൽ ദ ചേർത്തത്. ഇനി I decided to go to dash school to meet HM. I decided to go to dash school to meet HM.
ഹിയർ ഏത് ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്യാനുള്ളത്? ഇവിടെ HMനെ കാണാൻ സ്കൂളിൽ പോവാൻ അല്ലെ. സോ നമ്മൾ മനസ്സിലാക്കുന്നത് സ്കൂൾ, ചർച്ച് മുതലായ സ്കൂൾ, ചർച്ച്, പിന്നെ പോസ്റ്റ് ഓഫീസ് അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം അതിൻ്റെതായ പർപ്പസിനാണ്. അതായത് ഇപ്പം സ്കൂളിൽ പോകുന്ന നമ്മൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട്, ചർച്ചിൽ പോകുന്ന പ്രേയറിന്, അപ്പൊ ആ ഒരു പർപ്പസിനാണ് നമ്മൾ പോകുന്നതെങ്കിൽ അവിടെ ആ ഒരു പർപ്പസ് നോട്ട് ചെയ്താണ് സെന്റൻസ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് പർപ്പസിനാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു പർപ്പസിനാണ് നമ്മളവിടെ പോകുന്നതെങ്കിൽ അവിടെ ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇൻ ദ ഫസ്റ്റ് സെന്റൻസ് I decided to go to dash school to meet HM. Here not to study, to meet HM. So the article is required here. Article the is used here. But in the second sentence, I go to dash school every day. Here I go to school for studying purpose. So ഇവിടെ സ്കൂൾ എന്ന് പറയുന്നത് സ്റ്റഡി പർപ്പസ്. അതിന് എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? സ്റ്റഡി, അതിന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതുകൊണ്ട് അവിടെ എന്ത് ആർട്ടിക്കിളിന്റെ ആവശ്യം ഇല്ല. സോ എന്ത് പർപ്പസിനാണോ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു പർപ്പസിനാണ് നമ്മൾ അവിടെ പോകുന്നതെങ്കിൽ അവിടെ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻ അതർ കേസസ് ആർട്ടിക്കിൾസ് യൂസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് സ്കൂൾ, ചർച്ച്, പോസ്റ്റ് ഓഫീസ് എക്സെട്ര. സോ ദാറ്റ് ഈസ് ഓൾസോ വാട്ട് മെൻഷൻഡ് ഹിയർ. ഇവിടെയും അതുപോലെ നമുക്ക് നോക്കാം. പോസ്റ്റ് ഓഫീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അടുത്തുള്ള സ്ഥലം എന്ന് പറയാം, അല്ലെങ്കിൽ ഇവിടെ പോസ്റ്റ് ഓഫീസിന്റെ അടുത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ ആ പോസ്റ്റ് ഓഫീസിന്റെ അതിന് പോസ്റ്റ് ഓഫീസിലെ ആവശ്യത്തിനല്ല പോയത് അല്ലെ. അപ്പം എന്താണ് ആ ഒരു കാര്യത്തിന് അവിടെ സൂചിപ്പിക്കുന്നില്ല. ഇവിടെ അടുത്തെന്നുള്ള അർത്ഥമാണ് കൊടുത്തിരിക്കുന്നത്. പോസ്റ്റ് ഓഫീസിന്റെ അടുത്തുള്ള സ്ഥലം എന്നുള്ള സൂചിപ്പിച്ചുകൊണ്ടാണ് ദ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ കേസിൽ പറഞ്ഞതല്ല, ഇത് വേറെയാണ്. പോസ്റ്റ് ഓഫീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ പർപ്പസിലാണ് നമ്മൾ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റ് ഓഫീസിൽ അതിന്റെ ആവശ്യത്തിന് പോയതെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചേർക്കേണ്ട ആവശ്യമില്ല, ഡെഫിനറ്റ് ഒരു ആർട്ടിക്കിൾസും യൂസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. Hope you understood. Example, dash pen he was using was dash self-filling one made in dash USA. Dash pen he was using was dash self-filling one made in dash USA. ഇവിടെ നോക്കേ, ഡാഷ് പെൻ ഹി വാസ് യൂസിങ്. അപ്പൊ ആ പെന്നിന്റെ ഒരു പർട്ടിക്കുലർ ഒരു പെന്നാണെന്ന് പറഞ്ഞു അല്ലെ, അവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നു. അപ്പൊ ഇവിടെ എന്ത് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യാം. ദ പെൻ ഹി വാസ് യൂസിങ് was that self-filling one. Was അതൊരു എന്നാണ് ഉദ്ദേശിക്കുന്നത്. was a self-filling made in USA എന്ന് പറയുന്ന കൺട്രീസിന്റെ ഫ്രണ്ടിൽ സാധാരണ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാറില്ല. പക്ഷെ ഗ്രൂപ്പ് ഓഫ് കൺട്രീസിനെ റെപ്രസെന്റ് ചെയ്യുന്ന USA, UAE യുടെ ഒക്കെ ഫ്രണ്ടിൽ എന്ത് യൂസ് ചെയ്യാം? ഡെഫിനറ്റ് ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യാം. സോ the pen he was using was a self-filling one made in the USA. We always admire dash brave. We always admire dash brave. ഇവിടെ brave എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവ് ആണ്. ആ brave ഒരു ഗ്രൂപ്പിനെയാണ് ഇവിടെ കാണിക്കുന്നത്. We always admire the brave. The brave ഗ്രൂപ്പിനെ സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ the ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഗ്രൂപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. അഡ്ജക്റ്റീവ് ഗ്രൂപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് the brave എന്നാണ് നമ്മൾ യൂസ് ചെയ്യാനുള്ള ആർട്ടിക്കിൾ. ഇനി ഡാഷ് ഹോണസ്റ്റ് മാൻ ഡാഷ് നോബ്ലസ്റ്റ് വർക്കർ ഓഫ് ഡാഷ് ഗോഡ്. ഇവിടെ എന്താണ്? ഓണസ്റ്റ് അല്ലെ. അപ്പം ആൻ ഓണസ്റ്റ് മാൻ, നോബ്ലസ്റ്റ് സൂപ്പർലേറ്റീവ് ആണ്. അവിടെ എന്ത് ചേർക്കണം? ഡെഫിനറ്റ് ആർട്ടിക്കിൾ ചേർക്കണം അല്ലെ. ആൻ ഓണസ്റ്റ് മാൻ ഈസ് ദി നോബ്ലസ്റ്റ് വർക്കർ ഓഫ് ഗോഡിന്റെ ഫ്രണ്ടിൽ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യണോ? വേണ്ട, ഗോഡിന്റെ ഫ്രണ്ടിൽ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യണ്ട. സോ ആൻ ഓണസ്റ്റ് മാൻ ഈസ് എ നോബ്ലസ്റ്റ് വർക്കർ ഓഫ് ഗോഡ്. Then dash hair is dash weak animal. Dash hair is dash weak animal. ഇവിടെ ഹെയറിന്റെ എന്തോ ഒരു സ്വഭാവത്തെ കുറിച്ചാണ് വിശേഷിപ്പിക്കുന്നത്. ഒരു ട്രെയ്റ്റ്, ഒരു ക്യാരക്ടർ ഞാൻ ഇവിടെ പറയുന്നത് അല്ലേ. അപ്പൊ ഇവിടെ ഹെയറിന്റെ എന്താണ്? ദ പർട്ടിക്കുലർ അതാണ് പറയുന്നത്. ദ ഹെയർ എന്ന് യൂസ് ചെയ്യണം. ദ ഹെയർ എങ്ങനെ? ഒരു മീക്ക് അനിമൽ. മീക്ക് അനിമൽ ഒരു ഇപ്പൊ എന്താണ്? ആ ട്രെയ്റ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ എന്ത് ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത്? ദ യൂസ് ചെയ്യുന്നത്. ട്രെയ്റ്റ് അല്ലെങ്കിൽ ക്യാരക്ടർ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ ആർട്ടിക്കിൾ ദ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഹെയറിന്റെ ഒരു ക്യാരക്ടർ ആണ് കാണിക്കുന്നത്, മീക്ക് അനിമൽ. അപ്പൊ ആ ക്യാരക്ടർ റെപ്രസെന്റ് നമ്മൾ ഇവിടെ ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്തത്. സെന്റൻസ് ഓഫ് ഡാഷ് ടീച്ചർ ആസ്ക്ഡ് ഡാഷ് ബോയ്സ് ടു കോപ്പി ഡൗൺ ഡാഷ് വേർഡ്സ് റിട്ടൺ ഓൺ ഡാഷ് ബ്ലാക്ക് ബോർഡ്. ഡാഷ് ടീച്ചർ ആസ്ക്ഡ് ഡാഷ് ബോയ്സ് ടു കോപ്പി ഡൗൺ ഡാഷ് വേർഡ്സ് റിട്ടൺ ഓൺ ബ്ലാക്ക് ബോർഡ്. അപ്പൊ എന്താണ്? ഒരു പർട്ടിക്കുലർ ടീച്ചർ ആണ് അല്ലെ. ദ ടീച്ചർ ആസ്ക്ഡ്
ആരോട് ആസ്ക് ചെയ്തു? ബോയ്സിനോട് ആസ്ക് ചെയ്തു അല്ലെ? അപ്പൊ ബോയ്സിനോട് ചോദിച്ചു. ഇവിടെ നമ്മള് ആസ്ക് ദ ബോയ്സ് എന്നാണ് കൊടുക്കാനുള്ളത്. അതുപോലെ ടു കോപ്പി ഡൗൺ ദ വേർഡ്സ് എന്ന് പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ റിട്ടൺ ഓൺ ദി ബ്ലാക്ക് ബോർഡ് എന്നും പറയണം. എന്തുകൊണ്ടെന്നാൽ ഇവിടെ ഈ സെന്റൻസിലെല്ലാം സ്കൂളുമായിട്ട് റിലേറ്റ് ചെയ്ത വേർഡ്സ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചേർക്കണം? ദ എന്ന ഡെഫിനറ്റ് ആർട്ടിക്കിൾ ആണ് ഈ സെന്റൻസിൽ യൂസ് ചെയ്യാനുള്ളത്. എല്ലാ വേർഡ്സും സ്കൂളുമായിട്ട് റിലേറ്റ് ചെയ്തതിനാൽ ഈ വേർഡ്സിന്റെ കൂടെയൊക്കെ എന്ത് ചേർക്കണം? ദ ചേർക്കണം. സോ ദ ടീച്ചർ ആസ്ക് ദ ബോയ്സ് ടു കോപ്പി ഡൗൺ ദ വേർഡ്സ് റിട്ടൺ ഓൺ ദി ബ്ലാക്ക് ബോർഡ്. സ്കൂൾ ഐറ്റംസിന്റെ കൂടെയൊക്കെ നമ്മൾ എന്ത് ചേർക്കണം? ദ ചേർക്കണം. Okay, that's all about articles. Hope you have understood the class. ഈ ക്ലാസ്സിൽ നിങ്ങൾ ആർട്ടിക്കിൾസിനെ കുറിച്ചാണ് മനസ്സിലാക്കിയത്. തുടർന്നും ഇത്തരം ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ, കമന്റ്.